നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് ഇനി 8-9 മാസക്കാലമേ ബാക്കിയുള്ളൂ. ആരൊക്കെയായിരിക്കും അർജന്റീനയുടെ വേൾഡ് കപ്പ് ടീമിൽ ഉണ്ടാവുക എന്നുള്ളത് ആരാധകർ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണിത്. ഇപ്പോൾ ഇന്നാണ് വേൾഡ് കപ്പ് നടക്കുന്നതെങ്കിൽ അർജന്റീന ടീമിൽ ആരൊക്കെ ഉണ്ടാകും? ഇതാ അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് അങ്ങനെയുള്ളൊരു റോസ്റ്റർ പുറത്തുവിടുന്നു. വാട്ട് ദി അർജന്റീൻ നാഷണൽ ടീം റോസ്റ്റർ വുഡ് ലുക്ക് ലൈക്ക് ഇഫ് ദി വേൾഡ് കപ്പ് വെയർ ഹെൽഡ് ടുഡേ. ഇന്നാണ് വേൾഡ് കപ്പ് നടക്കുന്നതെങ്കിൽ അർജന്റീന ടീമിൽ ആരൊക്കെ ഉണ്ടാകും? അപ്പോൾ ഈ ലിസ്റ്റ് നമ്മൾ അവതരിപ്പിക്കുന്ന അർജന്റീൻ മാധ്യമം, അവിടുത്തെ പ്രമുഖ മാധ്യമം TYC സ്പോർട്സിൻ്റെ ആ ഒരു ലേഖനവും നിരീക്ഷണവും ഒക്കെ അനുസരിച്ചാണ്. അപ്പോൾ അയാളുണ്ടാവും, ഇയാൾ എന്തായാലും ഉണ്ടാവും, അയാളില്ല, താൻ എവിടുത്തുകാരനാണ് എന്നൊക്കെ കമൻറ്റ് വരാൻ സാധ്യതയുണ്ട്. കാരണം അർജന്റീനക്കാരേക്കാൾ കൂടുതൽ അർജന്റീൻ ഫുട്ബോളിനെ അറിയാവുന്നവർ ഇവിടെയുണ്ടല്ലോ. അപ്പോൾ നമ്മളേതായാലും തൽക്കാലം TYC സ്പോർട്സ് അവതരിപ്പിക്കുന്ന അർജന്റീന ടീമിൻ്റെ റോസ്റ്റർ ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുകയാണെങ്കിൽ ആരൊക്കെ ടീമിൽ ഉണ്ടാകും, ഒരു 26 അംഗ സ്ക്വാഡ് അവർ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ നോക്കിയാണ്. ഗോൾ കീപ്പർമാരായിട്ട് 3 പേര്. എമിലിയാനോ മാർട്ടിനസ്, ആസ്റ്റൺ വില്ലയുടെ താരം, 33കാരനായിട്ടുള്ള എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും അടുത്ത വേൾഡ് കപ്പിലും അർജന്റീനയുടെ ഫ്രണ്ട് ലൈൻ ഗോൾ കീപ്പർ എന്ന കാര്യത്തിൽ തർക്കമില്ല. ദെൻ ജെറോണിമോ റുള്ളി, 33കാരനായിട്ടുള്ള ഗോൾ കീപ്പർ, ഒളിമ്പിക് മാഴ്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വാൾട്ടർ ബെനീറ്റസ്, ക്രിസ്റ്റൽ പാലസിൻ്റെ 32കാരനായിട്ടുള്ള ഗോൾ കീപ്പർ. ഈ 3 പേരാണ് ഗോൾ കീപ്പർമാരായിട്ട് അർജന്റീന സ്ക്വാഡിൽ ഇടം പിടിക്കാൻ പോകുന്നത്. ഡിഫൻസിലേക്ക് വരുമ്പോൾ ക്യൂട്ടി റൊബേറോ, അവരുടെ ഏറ്റവും കരുത്തനായ ശക്തനായ ഡിഫൻഡർ, അദ്ദേഹം തന്നെ ആയിരിക്കും അവരുടെ ഡിഫൻസിൻ്റെ ആണിക്കല്ല്. 27കാരനായിട്ടുള്ള ടോട്ടനം താരം ക്യൂട്ടി റൊമേറോ. പിന്നെ നിക്കോളാസ് ഓട്ടമെൻറ്റി, 37 വയസ്സായി, ബെൻഫിക്കയുടെ കളിക്കാരനാണ്. ഈ വേൾഡ് കപ്പോടുകൂടി അദ്ദേഹം വിരമിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിലും ഉണ്ടാകും. ഒപ്പം തന്നെ ലിസാൻഡ്രോ മാർട്ടിനസ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ താരം, പരിക്കിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ എപ്പോഴും അദ്ദേഹത്തിനുണ്ട്. അതിൽ നിന്നൊക്കെ മുക്തനായി അദ്ദേഹം പൂർണ്ണ ഫിറ്റ് ആണെങ്കിൽ എന്തായാലും അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാകും. അതുപോലെ ഫെക്കുണ്ടോ മെദീന, 22കാരനായിട്ടുള്ള ഒളിമ്പിക് മാഴ്സെ താരം. അതോടൊപ്പം തന്നെ ലിനാർഡോ ബെലേഡി, ഒളിമ്പിക് മാഴ്സയുടെ തന്നെ 26കാരനായിട്ടുള്ള താരം. ഈ താരങ്ങളെയാണ് നമ്മൾ ഒരു ഡിഫൻഡർമാരായിട്ട് കാണുന്നത്. ഇനി ഡിഫൻസിൻ്റെ ഇരു പാർശ്വങ്ങളിലായിട്ട് നാഹ്വിൽ മൊളീന, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ 27കാരനായിട്ടുള്ള താരം നാഹ്വിൽ മൊളീന. അത്രയധികം ഒരു പ്ലേയിങ് ടൈം ഇപ്പോൾ ഡിയേഗോ സിമിയോണി കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചർച്ചയായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഗോൺസാലോ മുണ്ടേൽ, 28കാരനായിട്ടുള്ള റിവർ പ്ലേറ്റിൻ്റെ കളിക്കാരൻ. ഒപ്പം തന്നെ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ലിയോണിന് വേണ്ടി കളിക്കുന്ന 33കാരനായിട്ടുള്ള താരം അർജന്റീനയുടെ ഡിഫൻസിൽ എന്തായാലും വിങ് ബാക്കായിട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം വാലന്റൈൻ ബാർക്കോ, 21കാരനാണ്, റേസിംഗ് സ്ട്രാസ്ബർഗിൻ്റെ താരമാണ്, അദ്ദേഹം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി മധ്യനിരയിലേക്ക് ലിയാൻഡ്രോ പെരേഡസ്, ഇപ്പോൾ ബോക്ക ജൂനിയേഴ്സിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. 31കാരനായിട്ടുള്ള താരം, സ്കലോണിയുടെ സ്കീമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നയാളാണ്, സ്ഥാനമുള്ളയാളാണ്. റോദ്രിഗോ ഡിബോൾ, ഇന്റർ മയാമിയുടെ 31കാരനായിട്ടുള്ള താരം, അദ്ദേഹം എന്തായാലും മധ്യനിരയിൽ ഉണ്ടാകും. ലിയോ മെസ്സിയുടെ കട്ടചങ്കാണ്. അതുമാത്രമല്ല മധ്യനിരയിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട റോള് വഹിക്കാനുമുണ്ട്. അടുത്തായിട്ട് മധ്യനിരയിലേക്ക് എൻസോ ഫെർണാണ്ടസ്, 24കാരനായിട്ടുള്ള ചെൽസി താരം, കഴിഞ്ഞ വേൾഡ് കപ്പിൽ മികച്ച യുവതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അദ്ദേഹം ഈ വേൾഡ് കപ്പിൽ കൂടുതൽ മികവ് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് അലക്സിസ് മാക്കലിസ്റ്റർ ആണ്, 26കാരനായിട്ടുള്ള ലിവർപൂൾ താരം. തീർച്ചയായിട്ടും അവരുടെ മധ്യനിരയിൽ ഫസ്റ്റ് ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന കളിക്കാരനാണ്. പിന്നെ എസിക്കിയൽ പലാസിയോസ്, 26കാരനായിട്ടുള്ള ബയർ ലെവർക്യൂസൻ്റെ താരം. ഒപ്പം തന്നെ ജിയോവാനി ലോ ചെൽസോ, ബെറ്റിസിന് വേണ്ടി കളിക്കുന്ന 29കാരനായിട്ടുള്ള താരമാണ് അദ്ദേഹം. പിന്നെ തിയാഗോ അൽബെയ്ഡ, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ 24കാരനായിട്ടുള്ള താരം. ഇപ്പോൾ മിന്നും ഫോമിലാണ്, പക്ഷേ പരിക്ക് അദ്ദേഹത്തൊന്ന് വലച്ചിരുന്നു. അദ്ദേഹം ഇതാ തിരികെ എത്തുകയാണ് പരിക്കിൽ നിന്ന് മുക്തനായിട്ട്. പിന്നെ ഗുലിയാനോ സിമിയോണി, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മറ്റൊരു താരം, 22 വയസ്സേ അദ്ദേഹത്തിനുള്ളൂ. പിന്നെ റയൽ മാഡ്രിഡിൻ്റെ 18കാരനായിട്ടുള്ള താരം ഫ്രാങ്കോ മസ്റ്റൻഡൂനോ. അതോടൊപ്പം തന്നെ ഇപ്പോൾ കോമോയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന 21കാരനായിട്ടുള്ള നിക്കോളാസ് പാസ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അർജന്റീനയുടെ മധ്യനിര. മികച്ച ഒരു നിരയാണ് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. മുന്നേറ്റത്തിലേക്ക് പോകുമ്പോൾ എന്ത് സംശയം, ലിയോ മെസ്സി എന്തായാലും സ്ക്വാഡിൽ ഉണ്ടാകും. അദ്ദേഹം ഇങ്ങനെ അടുത്ത വേൾഡ് കപ്പ് കളിക്കുമെന്ന് ഉറപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അടുത്ത വേൾഡ് കപ്പ് അദ്ദേഹം കളിക്കും. മയാമിയുടെ 38കാരനായിട്ടുള്ള സൂപ്പർ താരത്തിൻ്റെ ഒരു പക്ഷേ അവസാനത്തെ മത്സരങ്ങളായിരിക്കും നമ്മൾ വേൾഡ് കപ്പിൽ കാണാൻ പോകുന്നത്. ഹുലിൻ ആൽവാരസ് ആണ് മറ്റൊരാൾ. എന്താ സംശയം, അടുത്ത വേൾഡ് കപ്പിലും പൊളിച്ചെടുക്കാൻ പോകുന്നയാളാണ് ഹുലിൻ ആൽവാരസ്. ഇപ്പോൾ എന്തൊരു കളിയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്റർ മിലാൻ്റെ ലൗട്രോ മാർട്ടിനസ്, പിന്നെ നിക്കോളാസ് ഗോൺസാലസ്, അതുപോലെ തന്നെ ആംഗേൽ കൊറയ, ഇപ്പോൾ ടൈഗ്രസ് UNL-ലാണ് ആംഗേൽ കൊറയ ഉള്ളത്. അദ്ദേഹം വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അലിയാൻഡ്രോ ഗെർനാച്ചോ, ഇപ്പോൾ ചെൽസിയിലാണ്, അദ്ദേഹത്തെ കോച്ച് പരിഗണിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. പക്ഷേ TYC സ്പോർട്സ് അവരുടെ റോസ്റ്ററിൽ ഉൾപ്പെടുത്തുന്നു. പിന്നെ വാലന്റൈൻ കസ്റ്റയോനസ്, ഇതാണ്
ഇപ്പം TYC സ്പോർട്സ് അവതരിപ്പിക്കുന്ന 26 അംഗ സ്ക്വാഡ് എന്തായാലും ഒക്ടോബറിൽ 2 മത്സരങ്ങൾ അവർ ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. വെനിസ്വേലയ്ക്കെതിരെയും പ്യൂട്ടോറിക്കയ്ക്കെതിരെയും. അതിനുള്ള സ്ക്വാഡ് ഈ ആഴ്ച പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നവംബറിൽ നമ്മുടെ നാട്ടിൽ അടക്കം വന്നവർ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ മത്സരങ്ങളോടെയൊക്കെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതിന് കൂടുതൽ വ്യക്തത വരും. അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.